നമസ്കാരം. ടീം UDF കേരളത്തിലെ ഏറ്റവും വലിയ കുറുവാ സംഗമം. എന്താണ് അങ്ങനെ ചോദിക്കുന്നതെന്നല്ലേ? അതിലെ പല പേരുകൾ എടുത്ത് പരിശോധിച്ചാൽ 916 അഴിമതിക്കാർ, തട്ടിപ്പുകാർ. എങ്ങനെ? പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തന്നെ ടീം UDFിനെ നയിക്കുന്ന VD സതീശൻ ഇപ്പോൾ പുതുയുഗ യാത്ര. എന്താണ് പുതുയുഗ യാത്രയായിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം അടിമുടി തട്ടിപ്പുകാരനാണ്. ഏത്? പുനർജനി തട്ടിപ്പ് ഓർമ്മയില്ലേ? ഒരു പ്രതിപക്ഷ നേതാവായിരുന്നാൽ സംശുദ്ധനായിരിക്കണം. പുനർജനി തട്ടിപ്പിന്റെ വാർത്തയൊന്ന് കേട്ടെ. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പറവൂർ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പുത്തൻവേലിക്കര എളന്തിക്കര എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ സ്ഥലത്ത് പാടത്തിനോട്, വലിയൊരു പാടശേഖരത്തോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് നമ്മളൊരു തറക്കൽ തിരയുകയായിരുന്നു. VD സതീശൻ പറവൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന പുനർജനി പദ്ധതി പ്രകാരം ഏകദേശം 6 വർഷം മുൻപിട്ട ഒരു തറക്കല്ലാണ് നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീടും സ്ഥലവും ഇല്ലാത്ത 12 പേർക്ക് ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി 6 വർഷം മുൻപ് ഇട്ട തറക്കല്ലാണ്. ഒടുവിൽ നമ്മൾ ആ തറക്കല്ല് കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴും ആ തറക്കല്ലിന്റെ അവസ്ഥ. ശാരദാ വിദ്യാമന്ദിർ സ്പോൺസർ ചെയ്ത സ്ഥലത്ത് ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി എന്ന സംഘടന 12 പേർക്കുള്ള ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചു നൽകും എന്നതായിരുന്നു അറിയിച്ചിരുന്നത്. VD സതീശൻ തന്നെയാണ് 6 വർഷം മുൻപ് ഇതിന്റെ തറക്കല്ലിടൽ നടത്തിയത്. നിലവിൽ 6 വർഷത്തിന് ശേഷവും ഈ തറക്കല്ലിന്റെ അവസ്ഥ ഇതാണ്. കണ്ടല്ലോ, ടീം UDFിന്റെ ലീഡറായിട്ടുള്ള വ്യക്തി പുനർജനി തട്ടിപ്പുകാരൻ മാത്രമല്ല, ലേശം സ്ത്രീ ലംബടൻ കൂടിയാണ്, അല്ലെങ്കിൽ ഒരു താരകേശൻ കൂടിയാണ് എന്ന് ഞാൻ പറഞ്ഞതല്ല. സോഷ്യൽ മീഡിയയിൽ ഒരു യുവതി തന്നെ തുറന്നു പറയുന്നതാണ്. നമ്മുടെ MLA VD സതീശനില്ലേ, പരമനാറി, അവൻ ഇപ്പോഴല്ലേ MLA ഇത്. അവനെ താരകൻ എന്നെ കെട്ടിയെന്ന് പറഞ്ഞുകൊണ്ടും എന്നെ ഇവ വേശ്യെന്ന് വിളിച്ച് ഈ കുണക്കെന്താ എന്നെ വേശ്യെന്ന് വിളിക്കാൻ. ഇവൻ നേതാവ് അവിടേന് മുമ്പ് തുടങ്ങി പറൂര് വന്നിട്ട് വെടിവെപ്പല്ലാണ്ട് അവന്റെ കയ്യിലില്ല. സ്റ്റഡി അണ്ടർവോർ കീറി വന്നവനെ താരകനാണ് ഇവിടെ ഇരുത്തി പരിപ്പോടെയും ചായയും കട്ടൻ ചായയും കൊടുത്ത് ഈ കുടിയനായി കഴിഞ്ഞപ്പോ അവൻ കൊള്ളൂലാത്തവനായി. ഇവനെന്തു മാനിയനെന്നാണ് പറയണ ഈ രമേശൻ കുറുപ്പ്. രമേശൻ കുറുപ്പ് പരമനാരി ചേറ്റ. അവനും പറഞ്ഞു ഇവര് രണ്ടുപേരും കൂടി എന്നെ കൊണ്ടുപോയിട്ട് നന്നായിട്ട് കളിച്ചു കഴിഞ്ഞു. ഇപ്പൊ നല്ല മാന്യനായിട്ട് ആ താരകന്റെ കയ്യിലും കൊണ്ട് അവനിപ്പോ വലിയ ആളാ വീണ. വലിയ പറവൂര് കുറെ ഊളാച്ചി അരിയത്തികളുണ്ട്, നായിരിച്ചികള്. ഇവിളൊക്കെയാണ് ഇവനെ പണ്ണാൻ കൊടുത്തുകൊണ്ടിരിക്കണത്. ഇവിളൊക്കെയാണ് പൊക്കി വെച്ചുകൊണ്ട് നടക്കണത്. നിനക്കൊക്കെ നാണൂലേടാ. നീയൊക്കെ MLA ഓഫീസിൽ കയറിയത് താരകം വഴിയല്ലേടാ കുന്നകളെ നീയൊക്കെ കയറിയത്. ഇപ്പൊ നീയൊക്കെ വലിയ ആളായി, നാറികളെ. അപ്പൊ അവൻ കൊള്ളൂല, താരകം കൊള്ളൂലാത്തവൻ. അവൻ വെള്ളോടി. നീയൊക്കെ വെള്ളവും അടിക്കുന്നത് പെണ്ണു കൊടുത്തവും ഉണ്ട്. MLAയുടെ ഓഫീസിൽ പെണ്ണു പിടിക്കണതും പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് പണ്ണതും എല്ലാവർക്കും അറിയാം. ടീം UDFിലെ UDF കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് SIT ഇന്നിപ്പോ ചോദ്യം ചെയ്തു. നോക്കിയേ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യുകയാണ്. എന്തായാലും നേരത്തെ തന്നെ ഇത്തരത്തിൽ അടൂർ പ്രകാശിലേക്ക് എത്തും എന്ന ഒരു സൂചനയൊക്കെ ഉണ്ടായിരുന്നു. വലിയ തരത്തിൽ ഇടതുപക്ഷം അത് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അടൂർ പ്രകാശിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട്. പല പരിപാടികളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇത്തരത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ട്. വളരെ അടുത്ത ബന്ധമുണ്ട്. അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയിലേക്ക് എത്തിച്ചതടക്കം അടൂർ പ്രകാശാണ് എന്ന തരത്തിലുള്ള ആരോപണമൊക്കെ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ SIT അതിനിർണായകമായ ഒരു നീക്കം ഈ കേസിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ്, ഇപ്പോൾ UDFിന്റെ കൺവീനറായിരിക്കുന്ന അടൂർ പ്രകാശിനെ സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ SIT ചോദ്യം ചെയ്യുകയാണ്. SITയുടെ ഒന്നല്ല രണ്ടായി ടീം UDFിലെ 1ാം സ്ഥാനക്കാരൻ പുനർജനി തട്ടിപ്പുകാരൻ സ്ത്രീലമ്പൻ, രണ്ടാമൻ അയ്യപ്പന്റെ സ്വർണ്ണ അടിച്ചുകൊണ്ട് പോയ മുഴുവൻ കള്ളന്മാരെയും കൊണ്ട് നേരെ സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിയത്. അപ്പോൾ എങ്ങനെയുണ്ട്? കേരളം നയിക്കാൻ പോകുന്ന 2 UDFകാരിലെ പ്രധാനികൾ. മൂന്നാമത്തത് ആന്റണി MP, ടീം UDFിലെ വേറെ ശക്തനായിട്ടുള്ളൊരു MP ആണ്. ഇന്നിപ്പോ ഒരു പ്രതികരണം പുറത്തേക്ക് വന്നിട്ടുണ്ട്. 2 കോടി രൂപ ഒരു ഫിനാൻസുകാരനെ തട്ടിച്ചുകൊണ്ട് പോയി. അദ്ദേഹം പലിശയ്ക്ക് പൈസ വാങ്ങിച്ചിട്ട് ഭേഷ തേച്ചങ്ങ് വിട്ടു. കണ്ടേ? അദ്ദേഹം മനസാക്ഷി ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് വളരെ കൃത്യമായിട്ട് പറയാം. നിങ്ങൾ ചോദിച്ചതിന് ഇച്ചിരി ഒന്ന് ഞാൻ പറയാം. ഞങ്ങൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഞങ്ങൾക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടല്ലോ, അറിയാമല്ലോ. ആ ഘട്ടത്തിൽ എൻ്റെ മോള് ആൻ്റോണിയുടെ വീട്ടിൽ ചെന്നിട്ട് കാല് പിടിച്ചു. അങ്കിളെ, ഇതാണ് സാഹചര്യം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ഘട്ടങ്ങളിൽ 2 പ്രാവശ്യമായിട്ട്
20 ലക്ഷം രൂപയെ തന്നുള്ളൂ. അദ്ദേഹത്തിന് മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ച ആളാണ് ഞാൻ. ഈ ഘട്ടത്തിൽ രാജുവിനെ സഹായിക്കേണ്ടത് ആവശ്യമാണ് എന്ന് കരുതി അദ്ദേഹം എന്നെ സഹായിച്ചേനെ. പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സന്തോഷം. ടീം UDFിലെ മറ്റൊരു അത്ഭുത യുവതാരം, സുടുക്കളുടെ രോമാഞ്ചമായിട്ടുള്ള ഷാഫി പറമ്പിൽ. വയനാട് ഫണ്ട് അടിച്ചുകൊണ്ട് പോയത് അല്ലെങ്കിൽ 30 വീട് വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വീട് വയ്ക്കാത്ത മഹാൻ. പോരാത്തതിന് കണ്ണടച്ചു തുറക്കും മുന്നേ സമ്പത്ത് വന്ന് കുമിഞ്ഞുകൂടിയ വ്യക്തി, ദുരൂഹ സാഹചര്യത്തിൽ സമ്പത്ത് സൃഷ്ടിക്കുന്ന വ്യക്തി. അവിടെയും തീർന്നില്ല. ടീം UDFിലെ കത്വ ഫണ്ട് തട്ടിപ്പ് വീരൻ, ഉന്നാവ് ഫണ്ട് തട്ടിപ്പ് വീരനായിട്ടുള്ള PK ഫിറോസ് സ്വന്തം വീട്ടിൽ തന്നെ ലഹരിയുടെ കൂമ്പാരം വെച്ചുകൊണ്ട് നാടുനീളെ ലഹരി വിറ്റതിന് ശേഷം ലഹരിക്കെതിരെ പോരാടുന്ന ടീം UDFിലെ മറ്റൊരു വിദഗ്ധൻ. അവിടെയും തീർന്നില്ല. ടീം UDFിലെ മറ്റൊരു വ്യക്തിയാണ് ലീഗിലെ കുഞ്ഞാപ്പ. പഴയ ഐസ്ക്രീം പാർലർ കേസ് ഓർമ്മയില്ലേ? അതിനോടൊപ്പം തന്നെ മലപ്പുറം ബാങ്കിലെ അദ്ദേഹത്തിന്റെ അനധികൃത സ്വത്ത് നിക്ഷേപത്തെക്കുറിച്ചുള്ള വാർത്തകൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇങ്ങനെ കേരളം ഭരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കേരളത്തിന്റെ ഭരണം പിടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരെ കുറിച്ച് കഴിഞ്ഞ ഭരണകാലഘട്ടത്തിൽ, ഏത് ഭരണകാലഘട്ടത്തിൽ, പുണ്യാളച്ചൻ മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തിൽ സതീശന്റെ വാക്കിൽ പറഞ്ഞാൽ അടിമുടി വെട്ടിപ്പാണ്, പകൽ കൊള്ളയാണ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള കൊള്ളക്കാരെ ഇപ്പോൾ സതീശൻ നയിക്കുമ്പോൾ സതീശൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പുനർജനി തട്ടിപ്പ് ഉൾപ്പെടെയുള്ള അഴിമതികൾ നടത്തിക്കൊണ്ട് ഇതിനെ നയിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ എന്താണ് ടീം UDF എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അനധികൃത സ്വത്ത് സമ്പാദനം, സ്ത്രീ പീഡനം തുടങ്ങി ഈ സമൂഹത്തിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തിനേറെ പറയുന്നു, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് എങ്ങനെ പ്രകൃതി ദുരന്തത്തിൽ ജീവിതങ്ങൾ ചിതറിപ്പോയ മനുഷ്യർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന പേരിൽ പിരിവെടുത്ത് ആ ആപ്പ് മുക്കി പണം പുട്ടടിച്ചവർ ഈ നാട് ഭരിക്കണമോ വേണ്ടയോ? ഈ UDF കുറുവാ സംഘത്തിലേക്ക് ഭരണം കൂടി ഏൽപ്പിച്ചാൽ, ഭരണമില്ലാത്ത സമയത്ത് പുറത്തുനിന്ന് ഇത്രയും വലിയ കക്കൽ നടത്തിയവർ അധികാരം കിട്ടിയാൽ ഈ നാടിനെ ഒന്നടങ്കം കൊള്ളയടിച്ചു കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് കുറുവാ സംഘത്തിന്റെ കാര്യത്തിൽ ഈ നാടൊന്നടങ്കം ജാഗ്രത എന്ന് മാത്രമേ ഓർമ്മപ്പെടുത്താനുള്ളൂ.